ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. അതായത് ഇന്ന് അനിക്കുട്ടിക്ക് മൂക്കൂത്താൻ പോയൊരു ദിവസമാണ്. ഇയാള് ഒരു 1-ാം ക്ലാസ് തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് മൂക്കൂത്തണം മൂക്കൂത്തണം എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒരു തട്ടാൻ്റെ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് പോയി. ഇനി മറ്റേ ഗണ്ണടിച്ചിട്ട് ഇനി പഴുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ 4-ാം ക്ലാസ് ആയല്ലോ ആള്. 4-ാം ക്ലാസ് ആയപ്പോ ചേട്ടൻ പറഞ്ഞ് എന്നാ കുട്ടിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഡയമണ്ടിന്റെ ഒരു മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചു വെച്ചു. അവിടെ ചെന്നപ്പോ ആ ചേച്ചി വിചാരിച്ചു കുറച്ച് വലിയ ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞത് ഒരു വീട്ടിലാണ്. പക്ഷെ ഒരു ചെറിയ കുട്ടിക്ക് അത് കുത്തുന്നതെന്ന് കണ്ടപ്പോ ആ ചേച്ചിക്കും പേടിയായി. അപ്പൊ എന്നിട്ട് കുറച്ച് വേദന എടുക്കും, ഇവളിനി വല്ല തട്ടലോ മുട്ടലൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ആള് നേരത്തെ കൂട്ടി പറഞ്ഞു വേദന എടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ വന്നപ്പോ തന്നെ ആള് ഭയങ്കര ഡൗൺ ആയി. കരച്ചിലായി, പീച്ചലായി, മൂക്ക് കുത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ വിളിച്ചു. അപ്പൊ ആ ചേച്ചിക്കും ഒരു കോൺഫിഡൻസ് ഇല്ല മൂക്ക് കുത്താനായിട്ട്. ഈ പറഞ്ഞ പോലെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഒന്ന് കുത്തിയിട്ടേ വരാവൂന്ന് ചേട്ടൻ പറയുകയും ചെയ്തു. ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയപ്പോ അവിടെ കണ്ണല്ല അടിക്കുള്ളൂ. എന്നാൽ പിന്നെ അത് മതി, അതാവുമ്പോ വേദനയൊന്നും എടുക്കില്ല, ചെറിയൊരു ഇതല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് ഒരു മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെയും തുടങ്ങി അമ്മ വേണ്ട കുത്തണ്ട, അമ്മ ഇപ്പൊ വേണ്ട അമ്മാന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂക്കുത്തണം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇങ്ങനെ വെക്കണ മൂക്കുത്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ശ്രീലക്ഷ്മി അതായത് അവളെ മേമ മേടിച്ചിട്ട് വരും കേട്ടോ, ഒന്നടി മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതും വെച്ചുകൊണ്ട് അങ്ങനെ നടക്കലാണ്. എന്നിട്ട് എപ്പോഴും പറയും അമ്മ മൂക്കുത്താനായോ മൂക്കുത്താനായോ എന്ന് പറഞ്ഞിട്ട്. ശരി, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ 4-ാം ക്ലാസ് ആയില്ലെന്ന് വെച്ചിട്ട് മൂക്കുത്താൻ കൊണ്ടുപോയത്. അങ്ങനെ അവസാനം അവിടെ ചെന്നിട്ടും അത് ഇതുപോലെ തന്നെ ഒരു വിഷമം പിടിച്ചൊരു ഇതായിരുന്നു. എന്തായാലും കുത്താട കണ്ണാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ അച്ചു ഉണ്ടായിരുന്നു, അല്ലു ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു പോവാനായിട്ട്, മൂക്കുത്താനായിട്ട്. അങ്ങനെ ഒരുവിധം അവര് ഗണ്ണ് വെച്ച് അടിച്ചു കേട്ടോ. അപ്പൊ മൂക്കുത്തിയുടെ ബാക്കിൽ അവര് മൂടിയൊന്നും ഇട്ടില്ല കേട്ടോ. എങ്ങാനും അടിക്കുമ്പോ ചെറിയ മൂക്കല്ല, അപ്പൊ ഇനി പാലത്തുമ്പോൾ എങ്ങാനും കൊണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ജസ്റ്റ് മൂക്കുത്തി മാത്രം വെച്ചിട്ടാണ് അവര് ഗണ്ണ് അടിച്ചത്. അങ്ങനെ അതങ്ങട് കഴിഞ്ഞു കിട്ടി, ഗംഭീരമായിട്ട് അതങ്ങട് നടന്നു കേട്ടോ. അത് കുത്തിച്ചടങ്ങി ഒക്കെ കുത്തി കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഹാപ്പി. ഉത്തരേ ഉള്ളൂ അല്ലേ, അതല്ലേ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചു. ആ ചേച്ചി ഇങ്ങനെ നന്നായി നോക്കി കെയർ ചെയ്തിട്ടൊക്കെ ആട്ടോ അത് മൂക്കുത്തിയൊക്കെ ഇങ്ങനെ അത് ഗണ്ണ് വെച്ചിട്ട് അടിച്ചത്. ഞങ്ങൾ നോക്കിയപ്പോ ആൾക്കും ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, അവളുടെ ആഗ്രഹം. എനിക്കൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല മൂക്ക് കുത്തിക്കണമെന്നൊന്നും. ഉണ്ണിയുടെ ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണം എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ പിന്നെ ഇത് തന്നെയായി. പിന്നെ ഡാൻസിനും ഇതിനൊക്കെ അവളിങ്ങനെ മൂക്കുത്തിയൊക്കെ മാറ്റി 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 ഇതായിരുന്നു കേട്ടോ. ചെറിയൊരു പഴുക്കലൊക്കെ വന്നപ്പോ ഞങ്ങൾ അമ്മിക്കാര അരച്ചിട്ടു. അപ്പൊ അതൊക്കെ മാറിയത്. അപ്പൊ എങ്ങനെയുണ്ട് മൂക്കുത്തിയിട്ടെന്നൊന്ന് പറയണേ.